വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 145 ദാവീദ് ദൈവത്തെ രാജാവായി വാഴ്ത്തുന്നു. ദൈവത്തിന്റെ മഹത്വം, നീതി, കരുണ, വിശ്വസ്തത, രക്ഷ എന്നിവയെക്കുറിച്ചുള്ള ആലാപനമാണ് ഈ സങ്കീർത്തനം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. സങ്കീർത്തനം 145 18-19 തിരുവചനങ്ങൾ. സങ്കീർത്തനം 146 ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുക എന്ന സന്ദേശം നൽകുന്ന ഒരു സങ്കീർത്തനമാണ്. മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാനാണ് എന്ന് ഈ സങ്കീർത്തനം പഠിപ്പിക്കുന്നു. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു. വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. കർത്താവ് അന്ധന്മാരുടെ കണ്ണുകൾ തുറപ്പിക്കുന്നു. അവിടുന്ന് നിലംപറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു. വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലേക്ക് എത്തിക്കുന്നു. സങ്കീർത്തനം 146 7-9 വരെയുള്ള തിരുവചനങ്ങൾ. സങ്കീർത്തനം 147 ദൈവത്തിന്റെ മഹത്വവും കരുണയും പ്രകൃതിയിലെയും മനുഷ്യരിലെയും പ്രവർത്തനങ്ങളിലെയും പ്രതിഫലനമാണ്. ഈ സങ്കീർത്തനം ദൈവത്തെ സ്തുതിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് അവൻ ജെറുസലേമിനെയും തൻ്റെ ജനത്തെയും പുനഃസ്ഥാപിക്കുന്നതിൽ കാണുന്ന ദൈവിക കരുണയെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നു. കർത്താവ് ജെറുസലേമിനെ പണിതുയർത്തുന്നു. ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147 2-3 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.